Hi and welcome to the new video. In this video, I'll be discussing about interrupts in TMS 320 C24X processes. So interrupts നമുക്കറിയാം ഈ പ്രോഗ്രാം ഫ്ലോയിൽ ഇടയിൽ ഇൻട്രപ്റ്റുകൾ വരുന്നതാണ്. അതായത് ചില കാര്യങ്ങൾ പെട്ടെന്ന് വേറെ വഴിക്ക് പോകേണ്ടി വരും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് തന്നെ പല ടൈപ്പ് ഉണ്ട്, മാസ്കബിളും നോൺ മാസ്കബിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കത് അപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല, മാസ്ക് ചെയ്ത് വെക്കാം, പിന്നെ ചെയ്താൽ മതി. ചിലത് അങ്ങനെ പറ്റില്ല, എന്തായാലും അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ഇൻട്രപ്റ്റ്സ്. ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എന്നാലും ബ്രീഫായിട്ട് പറയാം. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് രജിസ്റ്റേഴ്സും ഉണ്ട്, രണ്ടെണ്ണം. അതിനെപ്പറ്റിയും കൂടിയാണ് ഡിസ്കഷൻ വരുന്നത്. So C24X DSP supports both hardware and software interrupts. So hardware interrupts ഉണ്ട്, software interrupts available ആണ്. The hardware interrupts are INT1 to INT6, interrupt 1 to interrupt 6, along with NMI, TRAP and RS provide a flexible interrupt scheme. അതായത് INT1 തൊട്ടിട്ട് INT6 വരെയുള്ള സെറ്റ് ഓഫ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ദെൻ NMI നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഉണ്ട്, ട്രാപ്പ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, RS റീസെറ്റ്. ഇപ്പോൾ ഇത്രയും ഇൻട്രപ്റ്റ്സ് ആണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആയിട്ട് ഇതിൽ വരുന്നത്. ദെൻ അഗൈൻ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഓഫർ ഫ്ലെക്സിബിലിറ്റി ടു ആക്സെപ്റ്റ് ഇൻട്രപ്റ്റ്സ് വെക്ടേഴ്സ് യൂസിങ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ. നമുക്ക് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് സെപ്പറേറ്റ് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് സോഫ്റ്റ്വെയർ. മറ്റേത് ഹാർഡ്വെയറിലുള്ളതാണ്, അതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്. ഇത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമബിൾ ആണ് ഈ ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ്. ആൻഡ് സിൻസ് മോസ്റ്റ് C24X DSPs come with multiple peripherals, the core interrupts, that is INT1 to INT6 are expanded using additional system or peripheral interrupt logic. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവാം additional system or peripheral logic വെച്ചിട്ട്. Then although the core interrupts are the same, the peripheral interrupt structure varies slightly among C240 and C24X class of DSP controllers. അപ്പോൾ അതായത് ബാക്കി C240നെ ബാക്കിയുള്ളവരെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പെരിഫറൽ ഇൻട്രപ്റ്റ് സ്ട്രക്ചറിൽ. ബാക്കി കോർ ഇൻട്രപ്റ്റ്സ് ഒക്കെ സെയിം ആണെങ്കിലും പെരിഫറൽ ഡിഫറൻസ് ഉണ്ട്. And the maskable core interrupt structure is supported by two registers, IFR and IMR. Interrupt flag register and interrupt mask register. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. സോ ഈ മാസ്കബിൾ ആയിട്ടുള്ള മാസ്ക് ചെയ്യാൻ പറ്റുന്ന കോർ ഇൻട്രപ്റ്റ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് രജിസ്റ്റേഴ്സ് ആണ് IFR ആൻഡ് IMR. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. The core interrupt logic has a global interrupt enable bit in the ST register. ST registerയിൽ ഒരു ഗ്ലോബൽ എനേബിൾ ബിറ്റും കൂടി ഉണ്ട് കോർ ഇൻട്രപ്റ്റ് ലോജിക്കിന്. കോർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ INT1 to INT6 ആണ് മീൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇൻട്രപ്റ്റ് ലൊക്കേഷൻസ് ആൻഡ് പ്രയോറിറ്റീസ്, ലൊക്കേഷൻസും പ്രയോറിറ്റീസും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റത്തെ കോളം K ആണ്. K എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഇൻ ദ ഓപ്പറൻറ്റ് used in an INTR instruction that branches to the കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് വെക്ടർ ലൊക്കേഷൻ. ഇപ്പോൾ ഈ കെയുടെ വാല്യൂവിനനുസരിച്ചാണ് ഏത് ഇൻട്രപ്റ്റ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത്, വെക്ടർ ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് തീരുമാനിക്കുക. സോ K0 ആണെങ്കിൽ വെക്ടർ ലൊക്കേഷൻ 0H എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ 0Hന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഇൻട്രപ്റ്റിൻ്റെ പേര് RS ബാർ എന്നാണ്. അതായത് ആക്റ്റീവ് ലോ എന്നാണ് അർത്ഥം. ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ് ആണ്, അതിൻ്റെ പ്രയോറിറ്റി ആണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ റീസെറ്റിനാണ് ഇൻട്രപ്റ്റിനാണ് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻട്രപ്റ്റ്. അത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള നോൺ മാസ്കബിൾ ആണ്, മാസ്ക് ചെയ്യാൻ പറ്റില്ല. റീസെറ്റ് വന്നു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് അതിനെ വെയിറ്റ് ഇട്ട് വെക്കാൻ പറ്റില്ല, പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഹാർഡ്വെയർ റീസെറ്റ് ആണ്, നോൺ മാസ്കബിൾ ആണ്. ഓക്കെ, പിന്നെ 1 വന്നു കഴിഞ്ഞാൽ വാല്യൂ 1 ആണെങ്കിൽ അത് പോകാൻ പോകുന്ന ലൊക്കേഷൻ 2H ആണ്. 2H എന്നുള്ള ലൊക്കേഷനിലേക്കാണ് അവിടെ എടുക്കുന്നത്. INT1 നമ്മുടെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആണ്. സോ 1 തൊട്ടിട്ട് 6 വരെ ഉള്ളതാണ് INT1 to INT6. അതിൻ്റെ ലൊക്കേഷൻസ് 2H വെക്ടർ ലൊക്കേഷൻസ് 2H 4 6 8 10 12 എന്നുള്ള രീതിയിൽ AC എന്നുള്ള രീതിയിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ എന്താണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റുകളാണ്. പക്ഷേ ഇതൊക്കെ മാസ്കബിൾ ഇൻട്രപ്റ്റ് ലെവലുകളാണ്, മാസ്കബിൾ ആണ് ഇതെല്ലാം. അപ്പോൾ അത് ഇവിടെ 1 to up to 6 എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും എഴുതാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആർ കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് C24X DSP ഡിവൈസസ് വിത്ത് അഡീഷണൽ ഇൻട്രപ്റ്റ് എക്സ്പാൻഷൻ ലോജിക്. അഡീഷണൽ ഇൻട്രപ്റ്റ് എക്സ്പാൻഷൻ ലോജിക് വെച്ചിട്ട് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റുകളാണ് INT1 തൊട്ടിട്ട് INT6 വരെ ഈ ലൊക്കേഷനിൽ 2H തൊട്ടിട്ട് CH വരെയുള്ള ലൊക്കേഷൻസിൽ വന്ന് കിടക്കുന്നത്. രണ്ടിൻ്റെ ഡിഫറൻസിൽ 7 K equal to 7 അത് റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, സാധാരണ നമ്മൾ യൂസ് ചെയ്യില്ല. ദെൻ 8th ലൊക്കേഷനിൽ എടുക്കുന്നത് INT8 ആണ്. ഇനി അങ്ങോട്ടുള്ളൊക്കെ യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ടായിരുന്നത്. ഇനി കുറച്ചും കൂടി വരാണ്ട് ട്രാപ്പും അത് നമുക്ക് അപ്പുറത്ത് പറയാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ, അതിൻ്റെ പ്രയോറിറ്റി ലെവലുകളാണ് കാണുന്നത്. ഫസ്റ്റ് ഇത് 4th ആണ്. അപ്പോൾ ഇവിടെ 2nd 3rd കൂടെ വന്നിട്ടില്ല. 4th 5th 6th അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 2 3 വേറെ ഉണ്ട്.
അപ്പോൾ ഇത് 4 തൊട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത് നമ്മുടെ ഹാർഡ്വെയർ സാധനങ്ങൾ. ഓക്കെ, റിസർവ്ഡ് 10th ആണ് വരുന്നത്. ഇപ്പം മറ്റേത് യൂസർ ഡിഫൈൻഡ് ആണ്, അതിന് സ്പെസിഫിക് ആയിട്ടൊരു പ്രയോറിറ്റി ഇടാത്തത്. അപ്പോൾ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ ഏതാണെന്നുള്ളത്. അപ്പോൾ ബാക്കി വരുന്നത് ഇതൊക്കെയാണ്. 9 തൊട്ടിട്ട് അപ് ടു 31 ലൊക്കേഷൻസ് വരെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇടയിൽ നമ്മുടെ ട്രാപ്പ് വരുന്നുണ്ട്, ട്രാപ്പ് ഇൻസ്ട്രക്ഷൻ വെക്ടർ വരുന്നുണ്ട്, പിന്നെ NMI നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് വരുന്നുണ്ട്, അതിന് 3rd പ്രയോറിറ്റി. പിന്നെ ഒരു റിസർവ്ഡും കൂടി ഉണ്ട്, അതിന് 2nd പ്രയോറിറ്റി റിസർവ്ഡ് ആയിട്ടുള്ളതാണ് 19th വെക്ടർ ലൊക്കേഷൻ 26H. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രപ്റ്റ് ലൊക്കേഷൻസും പ്രയോറിറ്റീസും വരുന്നത്. ദെൻ CPU ഇൻട്രപ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഇൻട്രപ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് IFR ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ വിച്ച് കണ്ടെയ്ൻസ് ദ ഫ്ലാഗ് ബിറ്റ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് വെൻ മാസ്കബിൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഹാവ് റീച്ച് ദ CPU ഓൺ ലെവൽസ് INT1 to INT6. അപ്പോൾ ഫ്ലാഗ് ബിറ്റ്സ് ആണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യും എന്താ മാസ്കബിൾ ഇൻട്രപ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ടോ എവിടേക്ക്, INT1 തൊട്ടിട്ട് INT6 വരെയുള്ള ലെവലുകളിലേക്ക്. ആൻഡ് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഉണ്ട് IMR contains the mask bits that enable or disable each of the interrupt levels. അപ്പോൾ അത് മാസ്ക് ബിറ്റുകളാണ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1 ആണോ 0 ആണോ അനുസരിച്ചാണ് ഇത് മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതോ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. മറ്റേത് എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? IFR കണ്ടെയ്ൻ ചെയ്യുന്നത് ഫ്ലാഗ് ബിറ്റ്സ് ആണ്, ഇത് മാസ്ക് ബിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്, മറ്റേ മാസ്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചോളൂ. So first interrupt flag register IFR. So the interrupt flag register 16-bit memory mapped register at address 0006H in data memory space is used to identify and clear pending interrupts. So അത് ഐഡൻറ്റിഫൈ ആൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെൻഡിങ് ഇൻട്രപ്റ്റ്സ്, നമ്മുടെ പെൻഡിങ് ഇൻട്രപ്റ്റ്സ് വന്ന് കിടക്കുന്നതിന് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 16-bit മെമ്മറി മാപ്ഡ് രജിസ്റ്റർ ആണ് അറ്റ് 0006H. And IFR contains the flag bits for all the maskable interrupts. നേരത്തെ പറഞ്ഞ പോലെ മാസ്കബിൾ ആയിട്ടുള്ള ഇൻട്രപ്റ്റ്സിൻ്റെ ഫ്ലാഗ് ബിറ്റ്സ് ആണ് ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഫ്ലാഗ് ബിറ്റ്സിനാണ് IFRൽ എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് വെൻ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഈസ് റിക്വസ്റ്റഡ് ദ ഫ്ലാഗ് ബിറ്റ് ഇൻ ദ കറസ്പോണ്ടിങ് കൺട്രോൾ രജിസ്റ്റർ ഈസ് സെറ്റ് ടു 1. ഇപ്പോൾ ഒരു മാസ്കബിൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ രജിസ്റ്റർ ബിറ്റ് എന്താവും 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ആൻഡ് ഇഫ് ദ മാസ്ക് ബിറ്റ് ഇൻ ദ സെയിം കൺട്രോൾ രജിസ്റ്റർ ഈസ് ഓൾസോ 1, ഇനി അപ്പുറത്ത് മാസ്ക് ബിറ്റും കൂടി ഉണ്ട് പറഞ്ഞു നമ്മൾ, ഇത് ഫ്ലാഗ് ബിറ്റ് ആണ്, അതേപോലെ ഒരു മാസ്കും കൂടി ഉണ്ട് IMR വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ മാസ്ക് ബിറ്റും കൂടി 1 ആണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഈസ് സെൻഡ് ടു ദ CPU. ഇപ്പോൾ രണ്ടും 1 ആണെങ്കിലാണ് മേലേക്ക് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മാസ്ക് ചെയ്ത് വെക്കണമെങ്കിൽ മാസ്ക് ചെയ്ത് വെക്കാന്നാണ് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെൻഡ് ടു ദ CPU സെറ്റിംഗ് ദ കറസ്പോണ്ടിങ് ഫ്ലാഗ് ഇൻ ദ IFR. സോ കറസ്പോണ്ടിങ് ഫ്ലാഗ് IFRൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് CPUലേക്ക് വിടും. ഇതാണ് അവിടെ നടക്കുന്നത്. ആൻഡ് ദിസ് ഇൻഡിക്കേറ്റ്സ് ആസ് ദ ഇൻട്രപ്റ്റ് ഈസ് പെൻഡിങ് ഓർ വെയിറ്റിംഗ് ഫോർ അക്നോളജ്മെന്റ്. അപ്പോൾ അവിടെ പറയുകയാണ് CPUനോട് ഇവിടെ ഇങ്ങനെ ഒരു ആൾ വന്ന് കിടക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനോട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പോൾ ഫ്ലാഗ് ബിറ്റ് വന്നാൽ മാത്രം പോരാ, മാസ്ക് ബിറ്റും കൂടിയും 1 ആവണം. ആൻഡ് യു ക്യാൻ റീഡ് ദ IFR ടു ഐഡൻറ്റിഫൈ ദ പെൻഡിങ് ഇൻട്രപ്റ്റ്സ് ആൻഡ് റൈറ്റ് ടു IFR ടു ക്ലിയർ ദ പെൻഡിങ്. ഇപ്പോൾ IFR നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വന്ന് കിടക്കണമെന്ന് മനസ്സിലാവാനും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് നമുക്ക് റൈറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, and to clear a single interrupt write a 1 to the corresponding IFR bit. ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 റൈറ്റ് ചെയ്ത് കൊടുക്കുക എവിടേക്ക്? IFR ബിറ്റിൽ. ഓൾ പെൻഡിങ് ഇൻട്രപ്റ്റ്സ് ക്യാൻ ബി ക്ലിയർഡ് ബൈ, എല്ലാം നമുക്ക് ഒരുമിച്ച് ക്ലിയർ ചെയ്യാം എന്താ? ബൈ റൈറ്റിംഗ് ദ കറണ്ട് കണ്ടൻസ് ഓഫ് IFR ബാക്ക് ഇൻ ടു IFR. അപ്പോഴത്തെ IFRൻ്റെ കണ്ടന്റ് അതേപോലെ തിരിച്ച് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനെയും നമുക്ക് അവിടെ ക്ലിയർ ചെയ്ത് കളയാം. ദെൻ ഡിവൈസ് റീസെറ്റ് ക്ലിയേഴ്സ് ഓൾ ദ IFR ബിറ്റ്സ്. അപ്പോൾ ഡിവൈസ് റീസെറ്റ് RS ബാർ ലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാനും പറ്റും. ഇതാണ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. സോ ഇത് 16-bit ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 6 to 15 രജിസ്റ്റർ റിസർവ്ഡ് ആണ്, അതൊന്നിനും ഉപയോഗിക്കുന്നില്ല. ബാക്കിയുള്ള 0 to 5 നമ്മുടെ INT1 തൊട്ടിട്ട് INT6 മാപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. INT1 to INT6 മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് റിസർവ്ഡ് ആസ് 0, റീഡ് ആസ് 0 ഉപയോഗിക്കുന്നില്ല എന്നാണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ആക്സസ് ആണ്. R ബാർ W-C എന്നാണ് കിടക്കുന്നത്. അപ്പോൾ W1C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് 1 to this bit to clear it. അതിപ്പോൾ നമ്മുടെ ഇതിൽ വരുന്നില്ല. റൈറ്റ് 1 to clear it. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആഫ്റ്റർ റീസെറ്റ് ആണ്. ആൻഡ് X ഈസ് ദ വാല്യൂ അൺചേഞ്ച് ബൈ റീസെറ്റ്. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒരെണ്ണം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ബിറ്റ് 5 ആണ് പറയുന്നതെങ്കിൽ 5th എന്ന് പറയുന്നത് നമ്മൾ INT6 INT6 ആണ് ഇൻട്രപ്റ്റ് 6 ഫ്ലാഗ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലാഗ് ആണ്. This bit is the flag for the interrupts connected to the interrupt level INT6. INT6നായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന
ഫ്ലാഗ് ആണ് ഏത് INT ഇവിടുത്തെ 5th ബിറ്റ് എന്ന് പറയുന്നത്. അത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നോ INT6 ഇൻട്രപ്റ്റ് ഈസ് പെൻഡിങ്. ഇപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ INT6 ഇൻട്രപ്റ്റ് ഒന്നും പെൻഡിങ് അല്ല, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഒന്നും പെൻഡിങ് ആയിട്ട് കിടക്കുന്നില്ല. 1 ആണെങ്കിൽ എന്താ? അറ്റ്ലീസ്റ്റ് 1 INT6 ഇൻട്രപ്റ്റ് ഈസ് പെൻഡിങ്. അപ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും അവിടെ പെൻഡിങ് ഉണ്ടെന്നാണ്. ആൻഡ് റൈറ്റ് എ 1 ടു ദിസ് ബിറ്റ് ടു ക്ലിയർ ഇറ്റ് ടു 0 ആൻഡ് ക്ലിയർ ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. അപ്പോൾ നമുക്കത് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് എന്താ ഒരു 1 കൂടി അത് റൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി മാറി ക്ലിയർ ആയി പോകും. നമുക്ക് ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അവിടെ നിന്ന് എടുത്ത് പ്രോസസ് ചെയ്ത് ഒഴിവാക്കി കളയാം. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളത്. ബിറ്റ് 4, ബിറ്റ് 3, ബിറ്റ് 2, ബിറ്റ് 1, ബിറ്റ് 0. ഓക്കെ, അപ്പോൾ ബിറ്റ് 0 എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് 1-ൻ്റെയാണ്. INT1 ഇൻട്രപ്റ്റ് ഫ്ലാഗ് ആണ്. ദിസ് ബിറ്റ് ഈസ് ദ ഫ്ലാഗ് ഫോർ ദ ഇൻട്രപ്റ്റ് കണക്റ്റഡ് ടു ദ ഇൻട്രപ്റ്റ് ലെവൽ INT1. 0 ആണെങ്കിൽ ഇൻട്രപ്റ്റ് ഒന്നും പെൻഡിങ് ഇല്ല. 1 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 പെൻഡിങ് ആണ്. നമുക്ക് അതിലേക്ക് 1 റൈറ്റ് ചെയ്ത് അതിനെ 0 ആക്കി ഒഴിവാക്കി കളയാം, ഇൻട്രപ്റ്റ് ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ IFR വരുന്നത്. ഇതേപോലെ ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഉണ്ട്. ദ IMR ഈസ് എ 16-bit മെമ്മറി മാപ്ഡ് രജിസ്റ്റർ ലൊക്കേറ്റഡ് അറ്റ് അഡ്രസ് 0004H. 0004H ആണ് ഇൻ ദ ഡാറ്റ മെമ്മറി സ്പേസ്. ആൻഡ് ദ IMR കണ്ടെയ്ൻസ് മാസ്ക് ബിറ്റ്സ്. മറ്റേത് ഫ്ലാഗ് ബിറ്റ്സ് ആയിരുന്നു, ഇത് മാസ്ക് ബിറ്റ്സ്. മാസ്ക് ബിറ്റ്സ് ഫോർ ഓൾ ദ മാസ്കബിൾ ഇൻട്രപ്റ്റ് ലെവൽസ് INT1 ടു INT6. സോ അഗൈൻ INT1 തൊട്ടിട്ട് INT6 വരെയുള്ള ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിൻ്റെ മാസ്ക് ബിറ്റ്സ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. Neither NMI nor RS is included in IMR. അതായത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് NMIയും RSഉം റീസെറ്റും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ദസ് IMR ഹാസ് നോ എഫക്റ്റ് ഓൺ ദീസ് ഇൻട്രപ്റ്റ്. അപ്പോൾ ഇവരുമായിട്ട് ഇതിനൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. ആൻഡ് യു ക്യാൻ റീഡ് ദ IMR ടു ഐഡൻറ്റിഫൈ ദ മാസ്ക് ഓർ അൺമാസ്ക് ഇൻട്രപ്റ്റ് ലെവൽ. ഇപ്പോൾ ഏതാണ് മാസ്ക് ചെയ്ത് കിടക്കുന്നത്, ഏതാണ് അൺമാസ്ക് ചെയ്ത് കിടക്കുന്നത്, നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസ്ക് ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് യു ക്യാൻ റൈറ്റ് ടു ദ IMR മാസ്ക് ടു അൺമാസ്ക് ഇൻട്രപ്റ്റ് ലെവൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് റൈറ്റ് ചെയ്തിട്ട് അൺമാസ്ക് ചെയ്യാനും പറ്റും. ടു അൺമാസ്ക് ആൻഡ് ഇൻട്രപ്റ്റ് ലെവൽ സെറ്റ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബിറ്റ് ടു 1. അപ്പോൾ 1 ആക്കി കഴിഞ്ഞാൽ അതിലത്തെ ബിറ്റിനെ 1 ആക്കി കഴിഞ്ഞാൽ നമുക്കതിനെ അൺമാസ്ക് ചെയ്യാൻ പറ്റും. അൺമാസ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കെടുക്കും കുറച്ച് നേരത്തേക്ക്. നമ്മളത് അൺമാസ്ക് ചെയ്യുന്നിടത്തോളം അത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ടു മാസ്ക് ആൻഡ് ഇൻട്രപ്റ്റ് ലെവൽ സെറ്റ് ഇറ്റ്സ് കറസ്പോണ്ടിങ് IMR ബിറ്റ് ടു 0. മാസ്ക് ചെയ്യാൻ 0 സെറ്റ് ചെയ്താൽ മതി. ആൻഡ് വെൻ ആൻ ഇൻട്രപ്റ്റ് ഈസ് മാസ്ക് ഇറ്റ് ഈസ് നോട്ട് അക്നോളജ്. അതാണ് ഉദ്ദേശിക്കുന്നത്. മാസ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനിങ്ങോട്ട് എടുക്കുന്നില്ല, CPU അത് കാണുന്നില്ല, അതിനെ കാണാത്ത പോലെ ഭാവിക്കുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. മാസ്ക് ചെയ്ത് വെച്ചേക്കാണ് റിഗാർഡ്ലെസ് ഓഫ് ദ വാല്യൂ ഓഫ് ദ INTM ബിറ്റ്. INTM ബിറ്റ് എന്ത് ആയാലും അയാൾ നോക്കാനേ പോകുന്നില്ല, കാരണം അത് മാസ്ക്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് പ്രയോറിറ്റി ഒഴിവാക്കി വെച്ചേക്കാണ്. അത് മാസ്കിങ് പോകുന്ന അൺമാസ്ക് ചെയ്യുന്ന വരെ അത് അവിടെ നിന്നോളും. ആൻഡ് വെൻ ആൻ ഇൻട്രപ്റ്റ് ഈസ് അൺമാസ്ക് ഇറ്റ് ഈസ് അക്നോളജ് if the corresponding IFR bit is 1 and the INTM bit is 0. അപ്പോൾ ഇത് അൺമാസ്ക് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അതിനെ എടുക്കണമെങ്കിൽ എന്ത് വേണം? IFR. നമ്മൾ മുന്നേ പറഞ്ഞ IFR രജിസ്റ്ററിലെ വാല്യൂ എന്ത് വരണം? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1 വരണം. INTM ബിറ്റ് എന്തായിരിക്കും വേണം? 0 ആയിരിക്കും വേണം. ആൻഡ് അറ്റ് റീസെറ്റ് the IMR bits are all set to 0 masking all the maskable interrupts. അപ്പോൾ അതായത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ IMRത്തെ എല്ലാ ബിറ്റും 0 ആയിട്ട് കിടക്കും. അതായത് എല്ലാം മാസ്ക് ചെയ്തിട്ടാണ് നോർമൽ റീസെറ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ INT1 തൊട്ടിട്ട് 6 വരെയാണ് ഇതിൽ വരുന്നത്. ബാക്കിയുള്ള റിസർവ്ഡ് ആണ്. ഇത് R⁻W-X ആണ് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ബിറ്റ് 5 INT6 ആൻഡ് ഇൻട്രപ്റ്റ് 6 മാസ്ക് ആണ്. ദിസ് ബിറ്റ് മാസ്ക്സ് ഓർ അൺമാസ്ക് ദ ഇൻട്രപ്റ്റ് ലെവൽ INT6. INT6നെ മാസ്ക് ചെയ്യണോ അൺമാസ്ക് ചെയ്യണോ തീരുമാനിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 0 ആണെങ്കിൽ മാസ്ക്ഡ് ആണ്, 1 ആണെങ്കിൽ അൺമാസ്ക്ഡ്. ആൻഡ് ദ സെയിം ഈസ് ആപ്ലിക്കബിൾ ഫോർ ദ അതർ ബിറ്റ്സ്, അതർ മാസ്ക് ബിറ്റ്സ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നോക്കിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. മാസ്ക് ചെയ്യണോ മാസ്ക് ചെയ്യേണ്ടത് എടുക്കണോ പ്രോസസ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് രജിസ്റ്ററും ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്ററും റിലേറ്റഡ് ടു ദ ഇൻട്രപ്റ്റ് വരുന്നത്.